വന്നിട്ടുള്ള ദൈവമക്കളെല്ലാം കുറച്ച് പുറകിലേക്ക് ഒതുങ്ങി നിൽക്കണം. ദേവാലയത്തിൽ കാണുവാൻ കടന്നു വരുന്ന ആളുകൾക്ക് കണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമേ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഭൗമികമായ കൂടാരം കഴിഞ്ഞു പോയാലും സ്വർഗത്തിൽ കൈപ്പിടിയല്ലാത്ത നിത്യമായ ഒരു ഞങ്ങൾക്ക് ദാനമായിട്ടുണ്ട് എന്ന വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മലാഖമാരുടെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ നമുക്ക് പ്രത്യാശയോടുകൂടി കർത്തദാസനെ യാത്രയാകാം. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ കരുണയുണ്ടാകും. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഇപ്പോൾ വേർപെട്ട് ഈ അർത്ഥലോകത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന ഈ ആത്മാവ് പ്രധാന ദിവസം വരെ ആശ്വാസവും ദോഷവും ആനന്ദം നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധ മാലാഖമാരാൽ നയിക്കപ്പെടുവാനും അവിടെ വെച്ച മുഖപ്രസന്നതയോടുകൂടെ നിന്നെ എതിരേൽക്കാൻ സംഗതിയാക്കണമേ. Oh
രക്ഷിക്കപ്പെടുവാൻ ഉടയതമ്പുരാനെ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവരും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവരും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസന്റെ മരണാനന്തര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്നതായ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഞങ്ങൾ ആയുസോടിരിക്കുന്ന ദിവസങ്ങളും കീഴും സ്തുതിയും ബഹുമാനവും ആരാധനയും എനിക്ക് യോഗ്യമാകുന്നു. സ്വതകായ ആദ്യമുണ്ടായിരുന്നവരും ഇപ്പോഴുള്ളവരും എന്നേക്കും നിലനിൽക്കുന്നവരും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ പരിശുദ്ധ മാലാഖമാരോടുകൂടെ പരിപാലിക്കുന്നവരുമായ വിശ്വാസപുരാനെ സംഖ്യാതീതമായ നിലകളും ഗണങ്ങളും പതിനായിരങ്ങളെങ്കിലും മുമ്പാകെ പരിഭ്രമിച്ച് ഉറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ പ്രഭന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ച് ചേർന്നുപോയ സർവശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മിതാവും എന്നുള്ള നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനങ്ങളാൽ നീ അവയെ വീണ്ടും സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല പരിശുദ്ധരായ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും നിങ്ങൾ പാപം ചെയ്യരുത്. ചില ആളുകളിൽ ദൈവത്തെ കുറിച്ചുള്ള അറിവില്ലാതിരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കുവാനായിട്ടാകുന്നു ഞാൻ പറയുന്നത്. നിങ്ങളിൽ ഒരുവൻ മരിച്ചവരങ്ങനെ പുനരുത്ഥാനം ചെയ്യുമെന്നും ഏത് ശരീരത്തോടുകൂടി വരുമെന്നും ചോദിച്ചേക്കാം. ഘോഷ നീ വിതയ്ക്കുന്ന വിത്ത് ക്ഷയിക്കുന്നില്ലെങ്കിൽ മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല, ഗോതമ്പിന്റെയോ യോത്തിന്റെയോ മറ്റേതെങ്കിലും ധാന്യത്തിന്റെയോ വെറും മണി മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യന്റെ ശരീരം ഒന്ന്, മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന്, പക്ഷികളുടെ ശരീരം വേറൊന്ന്, മത്സ്യങ്ങളുടെ ശരീരം വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗതിക ശരീരങ്ങളുമുണ്ട്. എന്നാൽ സ്വർഗീയരുടെ തേജസ് ഒന്ന്, ഭൗതികരുടെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റെ തേജസ് മറ്റൊന്ന്. നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. അമീനാഹ ദൈവത്തിന്റെ ജീവനുള്ള വചനത്തെ നാം കേൾക്കണം. ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു,
പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവയെ അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിലുപരിയായിട്ടുള്ള പ്രവർത്തികളെയും അവന് കാണിച്ചു. ഈ തലയുടെ എടുത്ത് കാൽഭാഗത്തേക്ക് വയ്ക്കണം. പെട്ടിക്കകത്ത് വെച്ചിരിക്കുന്ന പൂച്ചകളെടുത്ത് പുറത്തേക്ക് വയ്ക്കുകയും പെട്ടിയടച്ചതിന് ശേഷം പൂച്ചകൾ കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ എടുത്തു. അതുപോലെ തന്നെ മക്കൾക്കും ജീവിതവും ആളുകൾക്കും ചുമതല സമയം കൊടുക്കണം. കുരിശ് മുഖത്ത് വരുന്ന രീതിയിൽ മുഖശീലം അടിച്ചിടുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആൺമക്കൾ കടന്നു വന്നേ. ഈ സഹോദരനെ താൽക്കാലിക ജീവിതത്തിന് യാത്രയാക്കി ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സഹായം അയച്ചു കൊടുക്കണമേ. എന്റെ മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന ദൂര സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയിൽ നിന്നും രക്ഷപ്പെടുവാനാകണമേ. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടെയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള വിശുദ്ധരുടെയും നാമത്തിൽ നിത്യജീവന് വേണ്ടി ഈ തൈലം വീഴ്ത്തപ്പെടുന്നു. നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്നാരുടെ ചെയ്ത വചനം കർത്താവേ ും